ഓം നമ ശിവായ. ശ്രീ പരമേശ്വരൻ്റെ 64 ലീലകൾ അടങ്ങിയ ഒരു മഹാപുരാണ ഗ്രന്ഥമാണ് ഹാലാസ്യ മാഹാത്മ്യം. എന്താണ് ഹാലാസ്യ മാഹാത്മ്യം എന്നുള്ളതിനെ കുറിച്ച് ശിവഭക്തന്മാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പരമേശ്വരൻ്റെ ലീലാവിലാസങ്ങളാണ് ആ മഹത് ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹാലാസ്യം എന്ന് പറഞ്ഞാൽ മധുര എന്നാണ് അറിയപ്പെടുന്നത്. മധുര മീനാക്ഷി സോമസുന്ദരേശ്വരനാണ് ഹാലാസ്യ മാഹാത്മ്യത്തിൽ പരമേശ്വരൻ്റെ അവതാര ലീലാവിലാസങ്ങൾ. ഈ ഹാലാസ്യ മാഹാത്മ്യം കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം വെച്ച് അഗസ്ത്യമാമുനി വസിഷ്ഠ മഹർഷിമാർക്ക് പരമേശ്വരൻ്റെ ലീലാവിലാസങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത കഥകളാണ് ഈ ഹാലാസ്യ മാഹാത്മ്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഹാലാസ്യം വന്നു കഴിഞ്ഞാൽ മധുര 20 കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു മധുര. ആ മധുര ഭഗവാന്റെ കഴുത്തില കാളകൂട ഈ ഭഗവാന്റെ കഴുത്തിൽ അടങ്ങിയിരിക്കുന്ന വാസുകി ആയ നാഗത്തിന്റെ ആ ഒരു വർണ്ണന, ആ ശക്തി വളർന്നു അത് വളരെ ചുറ്റി അവസാനം മധുര വലിയൊരു ഭൂപ്രദേശമായി അവിടെ മാറി. മധുര മീനാക്ഷി ക്ഷേത്രവും അതിൻ്റെ പരിസരവും. അങ്ങനെയാണ് മധുര മീനാക്ഷി ക്ഷേത്രം വലിയ പ്രസിദ്ധിയായതും പരമേശ്വരൻ്റെ ലീലാവിലാസങ്ങൾ ഉൾക്കൊണ്ട് ആ ഹാലാസ്യ മാഹാത്മ്യം അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് മധുര മീനാക്ഷി സോമസുന്ദരേശ്വര ക്ഷേത്രം. ആ ക്ഷേത്രം പാണ്ഡ്യരാജാക്കന്മാരുടെ കാലത്താണ് വലിയ രീതിയിൽ ഇന്ന് കാണുന്ന ഈ ക്ഷേത്രത്തിൽ ആക്കി മാറ്റിയത്. ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ലീലാവിലാസങ്ങളാണ് ഹാലാസ്യ മാഹാത്മ്യം. ഹാലാസ്യ മാഹാത്മ്യം എല്ലാ ശിവഭക്തന്മാരുടെയും ഭവനങ്ങളിൽ ഉണ്ടായിരിക്കണം. അത് ഏതെങ്കിലും സമയത്ത് ഹാലാസ്യ മാഹാത്മ്യം പാരായണം ചെയ്ത് അതിൽ അടങ്ങിയിരിക്കുന്ന ആ ചൈതന്യത്തെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണമെന്നാണ് എനിക്ക് ഈ സമയത്ത് പറയുവാൻ.